എങ്ങോട്ടാ പോകുന്നത്? ഇനി നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നു. ഹായ്, ഇപ്പോഴെന്തിനാ പുതിയ ഡ്രസ്സ് എടുക്കുന്നത്? ഈദുൽ ഫിത്തർ വരികയല്ലേ, നിങ്ങൾക്ക് ഈദിന് പുതിയ ഉടുപ്പുകളൊക്കെ വേണ്ടേ? ഈദുൽ ഫിത്തറിന് ഇനിയും ഒരു മാസം കൂടി കഴിയണ്ടേ? നോമ്പ് അവസാനമാകുമ്പോ വാങ്ങിയാ പോരെ? റമളാനിലെ അവസാന നാളുകൾ ഷോപ്പിങ്ങിനുള്ളതാണെന്ന മോളെ വിചാരം. മക്കളെ, വളരെ പുണ്യകരമായ റമളാനിലെ രാത്രികളും പകലുകളും ആരാധനകളിലും പ്രാർത്ഥനകളിലും മറ്റു നല്ല കാര്യങ്ങളിലും മുഴുകാനുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 രാപ്പകലുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടികളിലല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിലാണ്. പക്ഷെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് റംലാനിലെ അവസാനത്തെ 10 ഷോപ്പിങ്ങിനുള്ളതാണ്. ആ സമയത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ എന്തൊരു തിരക്കല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ജോലികളൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങാലോ. അലി, നമുക്ക് ഉമ്മച്ചിക്ക് പുതിയ ഉടുപ്പ് വാങ്ങണോ? വേണ്ട അല്ലേ ഉപ്പ? ആഹാ, എന്നാ ഞാൻ മിണ്ടൂല. ഞാൻ വെറുതെ പറഞ്ഞതാ, എല്ലാവർക്കും വാങ്ങൂ അല്ലേ ഉപ്പ? حي على الصلاة അപ്പൊ ഫേസ്ബുക്ക് നോക്കാം അല്ലേ ഉപ്പ? ആവാം. പക്ഷേ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നമ്മൾ ഒരു കാര്യം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ സെക്കൻഡുകൾ കൊണ്ട് അത് കോടിക്കണക്കിന് കോപ്പികളായി ലോകമെങ്ങും പ്രചരിക്കും. അത് നല്ല കാര്യമാണെങ്കിൽ അത്രയും നന്മ നമ്മൾ ഷെയർ ചെയ്തു. അത് ചീത്ത കാര്യമാണെങ്കിലോ അത്രയും തിന്മ നമ്മൾ ഷെയർ ചെയ്തു എന്നർത്ഥം. അതിന്റെയൊക്കെ പുണ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരു പങ്ക് അത് ആദ്യം പോസ്റ്റ് ചെയ്തവനും ലഭിക്കും. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അത് വളരെ നല്ലത് തന്നെ. എന്നാൽ തെറ്റായതും ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തുന്നതുമായ യാതൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്കും അവർക്കും ദോഷമേ വരുത്തുകയുള്ളൂ. മോനെ, നേരത്തെ കിടന്നുറങ്ങുന്നതാണ് പ്രവാചകന്റെ സുന്നത്ത്. ചില ആളുകൾ വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കും. അങ്ങനെയാവാൻ പാടില്ല. പിന്നെ കിടക്കുമ്പോ നല്ല കാര്യങ്ങൾ ആലോചിച്ചും പ്രാർത്ഥിച്ചും വേണം കിടക്കാൻ. എങ്കിലേ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ നമുക്ക് ഉണരാൻ കഴിയൂ. ഉറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഉപ്പ പറഞ്ഞു തരാം. മോൻ അതുപോലെ പറഞ്ഞു കേട്ടോ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ.